എല്ലാവർക്കും എന്റെ പ്രണാമം. ആത്മോപദേശ ശതകം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം പറഞ്ഞ അടിസ്ഥാന തത്വങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കുക. നിലനിൽപ്പിന്റെ ശാസ്ത്രീയമായ സത്യം ബോധമാണ്. ഈ ബോധം എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ, അതായത് ഉറുമ്പ് മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ ഞാനുണ്ട് എന്നിങ്ങനെ സദാ പ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഞാൻ ഓരോ ശരീരത്തിലും പ്രത്യേകം ആണെന്ന് തൽക്കാലം തോന്നുന്നു. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കി ഞാൻ എന്ന അനുഭവത്തെ ശുദ്ധീകരിക്കുമെങ്കിൽ ഈ ഞാൻ ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന, അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം അഥവാ ബ്രഹ്മം ആണെന്ന് ആർക്കും അനുഭവത്തിൽ തന്നെ തെളിഞ്ഞു കിട്ടും. അങ്ങനെ അഖണ്ഡ ബോധമായി തെളിയുന്നതോടുകൂടി അത് ശുദ്ധ ആനന്ദമാണ് എന്നും വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് സത്യമെങ്കിൽ അതിൽ മറ്റൊരു വസ്തു യഥാർത്ഥത്തിൽ ഉണ്ടാകാനേ സാധ്യമല്ല. അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന വസ്തു ഇല്ലാത്ത സ്ഥലത്ത് വേണ്ടേ പുതിയൊരു വസ്തു ഉണ്ടാവാൻ? ഗുരുദേവൻ തന്നെ പറയുന്നു, ഈ സത്യം അകവും പുറവും തിന്നും മഹിമാവാർന്ന സത്യമാണ്. അങ്ങനെ സർവ്വവ്യാപിയായ ഒരു സത്യം ഉണ്ടെന്ന് വന്നാൽ വേറെ പുതിയ ഒരു വസ്തുവും ഉണ്ടാകാനേ സാധ്യമല്ല. ഇത് നല്ലവണ്ണം ചിന്തിച്ച് മനസ്സിലാക്കുക. അതില്ലാത്തിടത്ത് വേണ്ടേ പുതിയ വസ്തു ഉണ്ടാവാൻ? അപ്പൊ പലത് കാണുന്നത് എങ്ങനെയാണ്? അത് ആ വസ്തു തന്നെ പലതായി തോന്നുന്നു. പലത് നാമരൂപങ്ങൾ, വസ്തുവല്ല. സ്വർണം ആഭരണ നാമരൂപങ്ങളായി മാറുന്നു. അവിടെ സ്വർണമല്ലാതെ പുതിയ വസ്തു ലേശം പോലുമില്ല. എത്ര നാമരൂപങ്ങൾ ഉണ്ടായി മറഞ്ഞാലും വസ്തു സ്വർണം മാത്രം. അതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൽ അമീബ മുതൽ സൂര്യചന്ദ്രാദി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെ എന്തെല്ലാം നാമരൂപങ്ങൾ ഉണ്ടായി മറഞ്ഞാലും വസ്തു ബോധം മാത്രം. പുതിയ മറ്റൊരു വസ്തുവും നിലവിലില്ല, ഇനി ഉണ്ടാകാൻ സാധ്യവുമല്ല. ഇത് ശാസ്ത്രീയമായി ചിന്തിച്ചോർമ്മിക്കുക. എങ്ങും നിറഞ്ഞ ഒരു വസ്തുവും പിന്നെ മറ്റു പല വസ്തുക്കളും ഒരുമിച്ച് നിൽക്കാനേ സാധ്യമല്ല. അതുകൊണ്ട് പലത് കാണുന്നുണ്ടെങ്കിൽ ആ കാണുന്നതൊക്കെ വെറും ഭ്രമം. ഏതുപോലെ സ്വപ്നം കാണുന്നത് പോലെ ഒരാൾ ഉറങ്ങിക്കിടക്കുന്നു, സ്വപ്നത്തിൽ പല വസ്തുക്കൾ കാണുന്നു. വാസ്തവത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആളല്ലാതെ പുതിയ ഒരു വസ്തുവും ഇല്ല. കാണുന്നു. ഉണർന്നാൽ നല്ലവണ്ണം വ്യക്തമാകുന്നു, സ്വപ്നത്തിൽ കണ്ടതൊന്നും ഇല്ല. അതുപോലെ സത്യം വിചാരം ചെയ്തുറച്ചാൽ പലതില്ലേയില്ല. ഈ അടിസ്ഥാന തത്വം ശാസ്ത്രീയമായി വിചാരം ചെയ്ത് നല്ലവണ്ണം ഉറപ്പിക്കുക. ഇവിടെ പലതില്ല. ഭേദചിന്തയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. ഭേദചിന്ത ഇല്ലെന്ന് വന്നാൽ രാഗദ്വേഷങ്ങളും ഇല്ല. മനസ്സ് ശുദ്ധമാവും. അതോടുകൂടി ഞാൻ ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മമാണ് എന്നനുഭവിക്കാറാവും. ബ്രഹ്മം അഖണ്ഡ ബോധം. ഇത്രയും കാര്യങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ മനസ്സിൽ ഓർമ്മിക്കുമെങ്കിൽ ഇനി ആദ്യത്തെ 4 പദ്യങ്ങൾ വളരെ എളുപ്പം മനസ്സിലാവും. ആദ്യത്തെ 4 പദ്യങ്ങളിലും ഗുരുദേവൻ ഇത് തന്നെയാണ് വിശദീകരിക്കുന്നത്. ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ, അത് നല്ലവണ്ണം ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കുക. ഇത് ശാസ്ത്രീയ സത്യം. ശാസ്ത്രീയ സത്യം പിടികിട്ടിയാൽ ആ സത്യത്തെ മുൻനിർത്തി
ജീവിതത്തിന് രൂപം കൊടുക്കുക. സത്യം ആർക്കും വേണ്ടി മാറിത്തരില്ല. നമുക്ക് സത്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. സത്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ എന്താ വേണ്ടത്? ഭേദചിന്ത കളയണം. ജാതിഭേദം, മതദ്വേഷം എന്നൊക്കെ ഗുരുദേവൻ തന്നെ പറയുന്നില്ലേ? ഞാൻ, നീ, ശത്രു, മിത്രം, അമീബ, മഹാവിഷ്ണു ഒക്കെ തുല്യം, ഒരു വ്യത്യാസവുമില്ല, ഒരു ഭേദവുമില്ല. ഇത് ഉറപ്പിക്കണം, ഓർമ്മിച്ചുറപ്പിക്കണം. ആരോടും പറഞ്ഞു തീരുമെന്നില്ല. ലോകവ്യവഹാരം ഒരു നാടകം പോലെ നടത്തിക്കൊണ്ടു പോകണം. ഒന്നിലും ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു വസ്തുവേ ഉള്ളൂ. അത് ജനിച്ചിട്ടില്ല, അത് ജീർണിക്കില്ല, അത് മരിക്കുകയുമില്ല. അതിൽ നാമരൂപങ്ങൾ ഉണ്ടാകുന്നതായി തോന്നുന്നു, നശിക്കുന്നതായി തോന്നുന്നു. വെറും ഭ്രമം. ദുഃഖമെല്ലാം ഭ്രമത്തെ ചിന്തിച്ചാണ്, അല്ലാതെ സത്യത്തെ ആസ്പദമാക്കിയല്ല. സത്യമറിഞ്ഞ ഒരാൾ ദുഃഖിക്കുകയില്ല. അതാണ് ഗീതയിൽ ഒക്കെ കൃഷ്ണനും ആദ്യന്തം ആവശ്യപ്പെടുന്നത്, ദുഃഖിക്കാതിരിക്കൂ. ദുഃഖിക്കുന്നത് അജ്ഞത. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആത്മോപദേശ ശതക പദ്യങ്ങളിലേക്ക് കടക്കാം. ഇനി മനസ്സിലാക്കാൻ വളരെ എളുപ്പം. ഒന്നാമത്തെ പദ്യം: അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു പുറത്തു ഉജ്ജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചു ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ അടിസ്ഥാന തത്വം ഓർമ്മയുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വളരെ എളുപ്പം. അറിവിലുമേറി, ഇവിടുത്തെ ഗുരുദേവൻ അറിവെന്ന പദം ബോധത്തിന്റെ പര്യായമായിട്ടാണ് സാധാരണ ഉപയോഗിക്കാറ്. പക്ഷെ ഇതിൽ ആദ്യത്തെ അറിവ് മനസ്സ്, ലൗകികമായ അറിവ്. മനസ്സിലാണല്ലോ സകല അറിവുകളും. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ മുൻനിർത്തി ഗുരുദേവൻ പറയുന്നു, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ സകലതും ആ ബോധം മാത്രം. അറിവിലുമേറി, അറിവെന്ന് വെച്ചാൽ മനസ്സ്, മനസ്സിനെയും കടന്ന്, ഏറി എന്ന് വെച്ചാൽ കടന്ന്, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും, അറിയുന്നവന്റെ ശരീരത്തിലും ഒരു ശരീരം. ഇപ്പം മനസ്സ് ശരീരം. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു പുറത്തും, ആ ശരീരത്തിന് പുറത്ത് എന്തെന്തെല്ലാം ഉണ്ടോ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ആയിക്കോട്ടെ, അതെല്ലാം. അപ്പോൾ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു. ഇതിൽ സംശയം എന്താ? പുറത്ത് ഉജ്ജ്വലിക്കും, ഉജ്ജ്വലിക്കും, നിറഞ്ഞ് സ്പഷ്ടമായി സ്ഥിതി ചെയ്യുന്ന, ഉജ്ജ്വലിക്കുന്ന, നിറഞ്ഞ് തിങ്ങി പ്രകാശിക്കുന്ന. ബോധമില്ലെങ്കിൽ ഒന്നുമില്ല. ബോധമില്ലെങ്കിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളില്ല. സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളൊന്നുമില്ല. അപ്പോൾ ആഭരണങ്ങളിലൊക്കെ അകവും പുറവും നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന വസ്തു സ്വർണം. അതുപോലെ ബോധമില്ലെങ്കിൽ ഈ ജഗത്തില്ല. ഇതൊക്കെ ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന ശാസ്ത്രീയമായ സത്യമാണ്. അപ്പോൾ പുറത്ത് ഉജ്ജ്വലിക്കും, പ്രകാശിച്ചു നിൽക്കുന്ന, ഉണ്ട്, കസേര ഉണ്ട്. അതിന്റെ അർത്ഥം തന്നെ കസേരയും ബോധമാണ്. ഉണ്ട് എന്നനുഭവിക്കുന്ന ഏത് വസ്തുവും ബോധമാണ്. ബോധത്തിന് മാത്രമേ ഉണ്ട് എന്ന അറിവ് സാധ്യമാവൂ. പുറത്ത് ഉജ്ജ്വലിക്കും കരു. കരുവെന്ന് വെച്ചാൽ സത്ത്, ഈ ജഗത്തിന്റെ ശാസ്ത്രീയമായ സത്യം. കരു, സത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, പലതിന്റെയും കരു. ശാസ്ത്രീയ സത്യം. എന്താണ് ശാസ്ത്രീയ സത്യം? ഒന്നുകൂടെ ഓർമ്മിക്കുക. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം. എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് നിശ്ചലമാണ്. നിശ്ചലം. എങ്ങും നിറഞ്ഞു നിൽക്കുന്നു, എങ്ങോട്ട് ചലിക്കും? നിശ്ചലമാണ്. അത് രാഗദ്വേഷമറ മാറി തെളിഞ്ഞാൽ ആനന്ദമാണ്. ശുദ്ധമായ ആനന്ദം. സത്ത് ചിത്ത് ആനന്ദം.
സത്ത് ഉണ്മ, ഉണ്ട് എന്ന അനുഭവം, ചിത്ത് ബോധം, അത് ആനന്ദമാണ്. ഇതാണ് ഈ കരു. പ്രപഞ്ചത്തിന്റെ മുഴുവൻ സത്യം എന്നാണ് കരു എന്ന പദത്തിനർത്ഥം. ഈ കരുവിനെ നമുക്ക് പിടികിട്ടിയാൽ ഇനിയുള്ള പദ്യമൊക്കെ എളുപ്പം. ഈ കരുവിനെ കുറിച്ചാണ് പറയുന്നത്. അറിവിലും ഏറി മനസ്സിനും ഉപരി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്ത് ശരീരത്തിൽ നിറഞ്ഞ്, നമ്മുടെ മനസ്സിൽ നിറഞ്ഞ്, അത് കഴിഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നിറഞ്ഞ്, ഈ ശരീരമൊക്കെ ബോധമയം. തൽക്കാലം ജഡശരീരമുണ്ടെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ബോധമില്ലെങ്കിൽ ഒന്നുമില്ല. പുറത്ത് ഉജ്ജ്വലിക്കും. പുറത്ത് അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ, അവിടെയൊക്കെ പ്രകാശിച്ചു നിൽക്കുന്നു. തസ്യ ഭാസ സർവമിതം വിഭാതി. ആ ബോധത്തിന്റെ പ്രകാശത്തിലാണ് അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഉള്ളതായിത്തീരുന്നത്. ബോധമില്ലെങ്കിൽ ഒന്നുമില്ല. അത്യന്തം ലളിതമായ സത്യം ആവർത്തിച്ച് ചിന്തിക്കുക. ബോധമുണ്ടോ? ജഗത്തുണ്ട്. ബോധമില്ലേ? ജഗത്തില്ല. അതുകൊണ്ട് ബോധം തന്നെയാണ് ജഗത്തായി കാണപ്പെടുന്നത്. സ്വർണമുണ്ടോ? ആഭരണങ്ങളുണ്ട്. സ്വർണമില്ലേ? ആഭരണങ്ങളില്ല. അതുകൊണ്ട് സ്വർണം തന്നെയാണ് ആഭരണങ്ങളായി കാണപ്പെടുന്നത്. അങ്ങനെ പുറത്തു ഉജ്ജ്വലിക്കും കരുവിന്, ആ സത്യത്തിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി ആ സത്യത്തെ വേണ്ടവണ്ണം അറിഞ്ഞനുഭവിക്കണമെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങൾ ഉപശമിക്കണം. മനസ്സ് ഇന്ദ്രിയങ്ങളുടെ ഓരോ വിഷയത്തിന്റെയും പിന്നാലെ പോയിക്കൊണ്ടിരുന്നാൽ ഈ സത്യം അനുഭവപ്പെടില്ല. ശബ്ദം വേറെ, രൂപം വേറെ, ചെവി അനുഭവിപ്പിക്കുന്ന ശബ്ദം, കണ്ണ് അനുഭവിപ്പിക്കുന്ന രൂപം, ഇതൊക്കെ വേറെ വേറെയാണ് എന്ന് ചിന്തിച്ച് മനസ്സ് അവയുടെ പിന്നാലെ പായുകയാണെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഏകസത്യം എങ്ങനെ തെളിയും? രൂപം വേറെ, ശബ്ദം വേറെ. അതുകൊണ്ട് ഈ സത്യത്തെ അനുഭവിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ ഉപശമിപ്പിക്കണം. ഇന്ദ്രിയങ്ങളെ ഉപശമിപ്പിക്കുന്നത് എങ്ങനെയാ? ബലാൽ ഇന്ദ്രിയങ്ങളെ പിടിച്ചടക്കുകയല്ല. കണ്ണുകൊണ്ട് കാണുന്ന രൂപവും ബോധം തന്നെ എന്നുറപ്പിക്കണം. പ്രത്യേകം രൂപം എന്നൊന്നില്ല. രൂപം ബോധത്തിൽ തോന്നുന്ന ഒരു ഭ്രമം. ഭ്രമമെല്ലാം അന്തിമ വിശകലനത്തിൽ വസ്തു തന്നെ. കയറിൽ സർപ്പം കാണുന്നു. സർപ്പം ഭ്രമം, കയറ് വസ്തു. പക്ഷേ അന്തിമ വിശകലനത്തിൽ കാണുന്ന സർപ്പവും കയറു തന്നെ. ആർക്കും സംശയിക്കാൻ സാധ്യമല്ലല്ലോ. മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നു. മരുഭൂമി വസ്തു, കാനൽ ജലം ഭ്രമം. പക്ഷേ അന്തിമ വിശകലനത്തിൽ കാനൽ ജലവും മരുഭൂമി തന്നെ. മരുഭൂമി അല്ലാതെ അവിടെ പുതിയ ഒരു കാനൽ ജലം ഇല്ലേ? ഇല്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഉപശമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഓരോ വിഷയവും അനുഭവിക്കുമ്പോൾ അതൊക്കെ ബോധമാണ്, ബ്രഹ്മമാണ്, ശാസ്ത്രീയമായ ഈശ്വര സത്യമാണ് എന്ന് ഓർമ്മിക്കണം. ശാസ്ത്രീയമായ ഈശ്വരൻ ബോധമാണ്. മറ്റെല്ലാ ഈശ്വരന്മാരും സങ്കല്പം, ഭ്രമം, നാമരൂപഭ്രമം. ബോധത്തിലെ ഒരു നാമരൂപഭ്രമമാണ് വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ. ബോധത്തിലെ ഒരു നാമരൂപഭ്രമമാണ് ക്രിസ്തുവും നബിയും ബുദ്ധനും എല്ലാവരും. നാമരൂപങ്ങളുണ്ടോ? ബോധത്തിലെ ഭ്രമം. എല്ലാ നാമരൂപങ്ങളിലും വസ്തുബോധം മാത്രം. വളയിലും മാലയിലും മോതിരത്തിലും ഒക്കെ വസ്തു സ്വർണം മാത്രം. നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട് പുതിയ വസ്തു അണുപോലും ഉണ്ടാകുന്നില്ല. ഇതോർമ്മിച്ച് അവിടെ നല്ലതെന്നോ ചീത്തയെന്നോ വികൃതമെന്നോ സുന്ദരമെന്നോ ഒരു വ്യത്യാസമില്ല. ഒരേ സ്വർണം കൊണ്ട് കടുവയുടെയും ഗുരുവായൂരപ്പന്റെയും രൂപമുണ്ടാക്കി മുമ്പിൽ വച്ചിരിക്കുന്നു എന്ന് വെക്കുക. രണ്ട് രൂപം കാണുന്നു, രണ്ടിലും വസ്തു സ്വർണം. അതുകൊണ്ട് നല്ലതെന്നോ ചീത്തയെന്നോ വിഭജിക്കാതെ ബോധത്തെ, ബ്രഹ്മത്തെ,
ശാസ്ത്രീയമായ ഈശ്വരനെ കണ്ടെത്തുക. എന്തിലും, ഏത് വൈകൃതത്തിലും, ഏത് വൈരൂപ്യത്തിലും, ഏത് സൗന്ദര്യത്തിലും ഈശ്വരൻ മാത്രമുള്ളത്. മറ്റൊക്കെ നാമരൂപഭ്രമം. എപ്പോഴും അത് ഓർമ്മിക്കുക. ശാസ്ത്രീയമായ ഈശ്വരതത്വം, അഖണ്ഡ ബോധം, അതുതന്നെയാണ് ബ്രഹ്മം. അതെങ്ങും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതല്ലാതെ മറ്റൊരു വസ്തു ഉണ്ടാകാനേ സാധ്യമല്ല. ആരെത്ര കണഞ്ഞു പരിശ്രമിച്ചാലും മറ്റൊരു വസ്തു ഉണ്ടെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. പിന്നെ പലത് കാണുന്നത് വെറും നാമരൂപം. പുറത്തു ഉജ്ജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചുമുള്ളടക്കി ഇന്ദ്രിയങ്ങളെ ഉപശമിപ്പിച്ച്, അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന എന്തും ആ ബ്രഹ്മം തന്നെ, ഈശ്വരൻ തന്നെ എന്നുറപ്പിച്ച്, അതാണ് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി. എഴുത്തച്ഛൻ പറയാറില്ലേ, യാതൊന്നും കണ്ടതത് നാരായണ പ്രതിമ. എന്തുമാവട്ടെ കണ്ണുകൊണ്ട് കാണുന്നത് നാരായണ പ്രതിമ. യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ. എന്തുമാവട്ടെ കേൾക്കുന്നതൊക്കെ നാരായണ നാമങ്ങൾ. അത് നല്ല നാമമെന്നോ ചീത്തനാമമെന്നോ ഒന്നും പ്രസക്തമല്ല. കാരണം ബോധമില്ലെങ്കിൽ ഒരു ശബ്ദവുമില്ല, ഒരു രൂപവുമില്ല, ഒരു ഇന്ദ്രിയവും ഒരു വിഷയവും അനുഭവിക്കില്ല. അങ്ങനെ കണ്ണുകൾ അഞ്ചുമുള്ളടക്കി, 5 കണ്ണ്, 5 ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, രസന എന്നീ 5 ഇന്ദ്രിയങ്ങളും ഉള്ളടക്കി ഉള്ളിൽ അവയനുഭവിക്കുന്ന വിഷയങ്ങളൊക്കെ സത്യമാണ് എന്നോർമ്മിച്ച് എന്നാണ് ഉള്ളടക്കി. ബലാത്കാരമായി ഇന്ദ്രിയങ്ങളെ പിടിച്ചടക്കി എന്നൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷെ എളുപ്പമല്ല. ഈ ബലാൽ ഇന്ദ്രിയങ്ങളെയൊക്കെ സത്യബുദ്ധിയില്ലാതെ പിടിച്ചടക്കാനൊന്നും എളുപ്പമല്ല. നേരെ മറിച്ച് ഇത് അത്യന്തം എളുപ്പം. കണ്ണുകൊണ്ട് എന്ത് കണ്ടാലും ബ്രഹ്മം, ചെവി കൊണ്ട് എന്ത് കേട്ടാലും ഈശ്വരൻ, നാക്കുകൊണ്ട് എന്ത് രുചിച്ചാലും ഈശ്വരൻ, മൂക്കുകൊണ്ട് എന്ത് മണത്താലും ഈശ്വരൻ, ത്വക്കുകൊണ്ട് എന്ത് സ്പർശിച്ചാലും ഈശ്വരൻ. ഈ ഒരു ചിന്താഗതി നമുക്ക് ഉറച്ചു കിട്ടാമെങ്കിൽ നമ്മൾ സ്വയം ഈശ്വരനായി മാറുന്നു. അതാണ് അതിന്റെ വ്യത്യാസം. ഇത് നമുക്ക് മനസ്സിൽ ഉറച്ചാൽ നാം സ്വയം ഈശ്വരനായി മാറുന്നു. അങ്ങനെ കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതര വീണു വണങ്ങി. എന്താ ഈ തെരുതര വീണു വണങ്ങുക? ശരീരം കൊണ്ട് വീണു വണങ്ങിയില്ലെങ്കിലും മനസ്സുകൊണ്ട് വണങ്ങുക. എന്ത് കണ്ടാലും മനസ്സുകൊണ്ട് വണങ്ങുക ഈശ്വരനാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ തെരുതര വീണു വണങ്ങാൻ പറ്റും? അത് മാത്രം നടക്കുമോ? നമുക്ക് വേറെ പല ജോലിയില്ലേ? അടുക്കളയിൽ പാചകം ചെയ്യണം, മാർക്കറ്റിൽ പോകണം. ഇവിടെയൊക്കെ തെരുതര വീണ് വണങ്ങുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കാണുന്നതൊക്കെ ഈശ്വരനാണ് എന്നോർമ്മിച്ച് മനസ്സാ വണങ്ങുക എന്നാണ്. മനസ്സുകൊണ്ട് ബഹുമാനിക്കുക. നമ്മൾ ഈശ്വരതത്വം, കാണുന്നതൊക്കെ ഈശ്വരതത്വം. എന്തെളുപ്പം! ഭാഗവതത്തിൽ കപിലൻ അമ്മയോട് പറയുന്നു, അമ്മേ, കൊട്ടാരത്തിലിരുന്ന് തെരുവിൽ കൂടെ പോകുന്ന സകല ജീവജാലങ്ങളെയും മനസ്സാ പ്രണമിക്കൂ. എന്തുകൊണ്ട്? അവയിലൊക്കെ ജഗതീശ്വരൻ ജീവരൂപത്തിൽ കടന്നു നിൽക്കുന്നു. അതുകൊണ്ട് മനസൈതാനി ഭൂതാനി പ്രണമേത് എന്നാണ് അമ്മയോട് പറയുന്നത്. ഇത് നമ്മുടെ ആവശ്യമാണ്. ഒരു പട്ടി അതിലേ പോകുന്നു, അതിനെ ഈശ്വരനാണെന്ന് ഭാവന ചെയ്ത് വണങ്ങാൻ കഴിഞ്ഞാൽ ആ പട്ടിയെക്കുറിച്ചുള്ള എല്ലാ ദുർവിചാരങ്ങളും അതോടെ മാറി നമ്മുടെ മനസ്സ് പ്രസന്നമാവും. നമുക്ക് അതിരറ്റ ആനന്ദം അനുഭവിക്കാറാവും. എന്തെളുപ്പം ഇത്! ആരോടും പറയണ്ട. ഞാൻ ശ്രമിച്ചു നോക്കാറുണ്ട്, അങ്ങേറ്റം ഫലിക്കുന്നു. എന്തിനേയും ഈശ്വരനായി കാണുക. ഇത് ശാസ്ത്രം. ഒരു ഈശ്വരനെ ഇവിടെ നിലവിലുള്ളൂ. ആ ഈശ്വരനാണ് പട്ടിയായും പൂച്ചയായും ഉറുമ്പായും ഒക്കെ. ആ ബ്രഹ്മാദി പിപീലികാന്തധനുഷു പ്രോത്ത, ബ്രഹ്മാവ് മുതൽ
ഉറുമ്പ് വരെയുള്ള സകല ജീവജാലങ്ങളിലും ആ ബോധസത്യം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മെ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്നത്. അപ്പോൾ തെരുതര വീണു വണങ്ങി, തെരുതരെന്ന് വെച്ചാൽ പോകുന്നിടത്തൊക്കെ വീണു വണങ്ങുക എന്ന് വെച്ചാൽ മനസ്സാ വീണു വണങ്ങുക. അതായത് ശരീരം കൊണ്ട് വീണു വണങ്ങുക എന്നുള്ളത് പ്രായോഗികമല്ല എല്ലായിടത്തും. അതുകൊണ്ട് മനസ്സുകൊണ്ട് വീണു വണങ്ങുക. തെരുതര വീണു വണങ്ങി ഓതിടേണം. വണങ്ങി ഓതുക എന്ന് പറഞ്ഞാൽ നാം അനുഷ്ഠിക്കുന്ന എല്ലാ ക്രിയകളുടെയും ഒരു പ്രതിനിധി ആയി കണക്കാക്കാം ഓർത്തുക. യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഭഗവാനെ, ഞാൻ എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം അങ്ങയുടെ ആരാധനം. കർമ്മം എന്തുമാകട്ടെ അത് അങ്ങയുടെ പൂജ. യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഗീതയിലൊക്കെ ഭഗവാൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ഭക്ഷിക്കുന്നത് പോലും ഭഗവതാരാധനമാക്കി തീർക്കൂ. എങ്ങനെ സാധിക്കും? ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് ഭക്ഷിക്കൂ. ചോറും ഭഗവാൻ, ഭക്ഷിക്കുന്ന കർമ്മവും ഭഗവാൻ. ഈ അദ്വൈതമൊക്കെ ആദ്യമേ പറഞ്ഞാലോ? ഈ അദ്വൈതമാണ് ഏറ്റവും എളുപ്പം. ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിനെ ആകെ കുഴപ്പത്തിലാക്കി മനസ്സതിലൊക്കെ ചെന്ന് പറ്റി വാസനാബദ്ധമായാൽ ഈ അദ്വൈതം പിന്നെ തലയ്ക്ക് കയറുകയില്ല. ശാസ്ത്രീയമായ സത്യം പിന്നെ പിടികിട്ടുകയില്ല. അതായത് ആ ഈശ്വരൻ, ഈ ഈശ്വരൻ കുറെ നാളായിട്ട് അതിനെയൊക്കെ പൂജിച്ച് ഒക്കെ വേണ്ടെന്നല്ല, അതും ഒക്കെ ഒരേ ഈശ്വരനായിട്ട് കാണുക. അല്ലാതെ അതൊന്നും വേണ്ടെന്നല്ല, ഈശ്വരനേ ഉള്ളൂ. എന്തിനേയും ഈശ്വരനായി പൂജിക്കുന്നതിന് ഒരു വിരോധവുമില്ല. പക്ഷെ അത് മാത്രമാണ് ഈശ്വരൻ, മറ്റൊന്നും ഈശ്വരനല്ല എന്ന് ചിന്തിച്ചു പോയാൽ ആകെ ഇരുട്ടായി പോകും. ആകെ ഇരുട്ട്. അത് ആത്മോപദേശ ശതകം 1-ാം പദ്യത്തിൽ തന്നെ ഗുരുദേവൻ അത്യന്തം വ്യക്തമാക്കുന്നു. തെരുതെര വീണു വണങ്ങി ഓതിയിടേണം. ഓതുക എന്നുള്ളത് മറ്റെല്ലാ ക്രിയകളുടെയും ഒരു പ്രതിനിധി. തെരുതെര വീണു വണങ്ങി നടക്കണം എന്ന് പറയുന്നതിന് പകരം ഓതുക എന്നുള്ള ഒരു ക്രിയ പറഞ്ഞു, അത്രയേ ഉള്ളൂ. പറയുക എന്നുള്ളതാണല്ലോ എപ്പോഴും ചെയ്യുന്ന ക്രിയ. അപ്പോ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് തെരുതെര വീണു വണങ്ങി നടക്കണം. തെരുതെര വീണു വണങ്ങി അവനവന്റെ കർമ്മങ്ങൾ ചെയ്യണം. ബിസിനസ്സാണെങ്കിൽ ബിസിനസ്, കൃഷിയാണെങ്കിൽ കൃഷി, കച്ചവടമാണെങ്കിൽ കച്ചവടം, ഓഫീസ് ജോലി, അതൊക്കെ തെരുതെര വീണു വണങ്ങി നടത്തണം. ഒക്കെ ജഗതീശ്വരനാണ് എന്ന് മനസ്സാ ഉറപ്പിച്ച്, മനസ്സാ എല്ലാറ്റിനെയും പ്രണമിച്ച് ആ ബ്രഹ്മബോധം ഉറപ്പാക്കി അവനവന്റെ കർമ്മങ്ങൾ ചെയ്യണം. ഇതൊക്കെ ഒരു സാധനാരൂപത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. ഉറപ്പ് വന്നാൽ പിന്നെ അത് സ്വാഭാവികം, സഹജമായിത്തീരും. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഭാവനയും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ, സത്യം ശാസ്ത്രീയമായി ഗ്രഹിച്ചാൽ 1-ാമത്തെ പദ്യം മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. എന്താ? നിങ്ങളുടെ മനസ്സിൽ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു, ശരീരത്തിൽ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു, ലോകമെങ്ങും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു. അറിവിലുയറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് ആ ശരീരത്തിലും നിറഞ്ഞ് പുറത്തും ജ്വലിക്കും. പുറത്ത് സർവത്ര പ്രകാശിച്ചു നിൽക്കുന്ന കരു, ആ സത്യം, അഖണ്ഡബോധം, ബ്രഹ്മം, ശാസ്ത്രീയമായ ഈശ്വര തത്വം. ആ തത്വത്തെ കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതൊക്കെ ആ സത്യത്തെയാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം. കാണുന്നിടത്തൊക്കെ, കേൾക്കുന്നിടത്തൊക്കെ, മണക്കുന്നിടത്തൊക്കെ ഈശ്വരൻ. ബോധമില്ലാതെ എന്ത് മണക്കാൻ? ഒന്നാലോചിച്ചാൽ എത്ര സ്പഷ്ടം. ബോധമില്ലാതെ എന്ത് രുചിക്കാൻ? രുചിക്കുന്നതൊക്കെ ഈശ്വരൻ. അങ്ങനെ തെരുതെര വീണു വണങ്ങി ഓതിടേണം. ഓതുക, ഏത് ക്രിയയും അനുഷ്ഠിക്കാം, ഒക്കെ ഈശ്വര പൂജ. വാസനാബദ്ധനായി മനുഷ്യൻ
പലതരം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്ന് വരാം. അവയിൽ നിന്നൊക്കെ പൊടുന്നനെ രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. അതൊക്കെ ഭഗവത് അർപ്പണമാക്കി തീർക്കുക മനസ്സുകൊണ്ട്. ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരപൂജയാണ് എന്ന് ഓർമ്മിച്ച് എല്ലാ കാഴ്ചകളെയും ബഹുമാനപൂർവ്വം വണങ്ങി ജീവിതം നയിക്കൂ, ഓതിടേണം എന്ന് പറഞ്ഞാൽ ജീവിതം നയിക്കൂ എന്നാണ് അർത്ഥം. അന്തിമമായി ഈ പദ്യത്തിലേക്ക് ഓരോ പദത്തിന് അതല്ലേ അർത്ഥം ഇതല്ലേ അർത്ഥം വാദിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കഥയുമില്ല. ജീവിതം നയിക്കൂ എന്ന് തന്നെയാണ് ഓതിടേണം എന്ന് പറയുന്നതിന്റെ അർത്ഥം. എല്ലാവരും പുസ്തകം വായിക്കുകയോ നാമം ജപിക്കുകയോ ചെയ്യുന്നതൊന്നും മാത്രമല്ല, അതൊക്കെ ഇതിനകത്ത് വരും. എല്ലാ കർമ്മങ്ങളും ഇതിനകത്ത് വരണം. അപ്പോൾ മാത്രമേ ആ പദ്യത്തിന്റെ അർത്ഥം നമുക്ക് വ്യക്തമായി ധരിക്കാൻ കഴിഞ്ഞു എന്ന് കരുതാൻ പറ്റൂ. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു പുറത്ത് ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം. അതിഗംഭീരമായ അനുഭവത്തിന്റെ മാധുര്യത്തോടുകൂടിയാണ് ഗുരുദേവൻ ഈ പദ്യം ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത്. താൻ അനുഷ്ഠിച്ചതും ഇപ്പോൾ അനുഭവിക്കുന്നതുമായ കാര്യത്തെ വെളിപ്പെടുത്തുന്നു എന്നർത്ഥം. ഇനിയുള്ള പദ്യങ്ങളും ഈ തത്വം ഓർമ്മിക്കുമെങ്കിൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പം. കരണവും ഇന്ദ്രിയവും കളയബരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിൽ എല്ലാം പരവളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ്. ഈ തിരുവുരു എന്ന് പറയുന്നത് ഈ കരു തന്നെ. തിരുവുരുവാണ്, തിരഞ്ഞു തേറിടേണം. ശാസ്ത്രീയമായി ചിന്തിച്ച് മനസ്സിലാക്കണം. കരണം അന്ധക്കരണം, മനസ്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടെ ആവർത്തിച്ചു വിവരിക്കുന്നു. കരണവും ഇന്ദ്രിയവും, ഇന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി തുടങ്ങിയവ. കരണവും ഇന്ദ്രിയവും കളയബരം ശരീരം. കളയബരം തൊട്ട് അതിനോട് ചേർന്ന് ശരീരവുമായി ചേർന്നിട്ടാണല്ലോ അനേക ജഗത്ത്, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. കരണവും ഇന്ദ്രിയവും കളയബരം തൊട്ട് അനേക ജഗത്തും ഓർക്കിൽ. ആലോചിച്ചു നോക്കൂ. എന്താ ആലോചിക്കാൻ? അത് ബോധമില്ലെങ്കിൽ സൂര്യനുണ്ടോ? ഇല്ല. നമ്മിൽ ബോധം വേണം, സൂര്യനിലും ബോധമുണ്ട്, സർവത്ര ബോധമുണ്ട്. ബോധമുണ്ടെങ്കിലേ സൂര്യൻ പ്രകാശിക്കൂ. ബോധമില്ലയോ തീർന്നു, ശുദ്ധശൂന്യം സർവവും. നമ്മിൽ തന്നെ ഞാനെന്ന ബോധമില്ലെന്ന് വിചാരിക്കുക. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നു, ഉള്ളിൽ ഞാൻ എന്നനുഭവിക്കുന്ന ബോധമില്ല. തീർന്നില്ലേ? എല്ലാം നമ്മുടെ ശരീരവും തീർന്നു, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും തീർന്നു. അവ കരണവും. ഇനി ഈ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമില്ല. അന്ധകരണവും മനസ്സും, കരണവും ഇന്ദ്രിയവും കളയവരം ശരീരം തൊട്ട് അറിയും അനേക ജഗത്ത്, എണ്ണമറ്റ ജഗത്ത്. ആധുനിക ശാസ്ത്രം പോലും കണ്ടെത്തിയിരിക്കുന്നു എണ്ണമറ്റ സൗരയൂഥങ്ങൾ, എണ്ണമറ്റ ഭൂമികൾ, എണ്ണമറ്റ സൂര്യന്മാർ. അതൊക്കെയാണ് ലോകത്തുള്ളത്. അവ അറിയും അനേക ജഗത്തും ഓർക്കിൽ. അല്പം ചിന്തിക്കണം. വാസ്തവത്തിൽ വലുതായിട്ട് ചിന്തിക്കാനൊന്നുമില്ല. ഈ ഒരൊറ്റ ചിന്ത ബോധമില്ലെങ്കിൽ അനേക ജഗത്തുണ്ടോ? ഇത്ര ചിന്തിക്കണ്ടേ, കൂടുതലൊന്നും ചിന്തിക്കണ്ട. അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് പരവെളി. പരമകാരണത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അനുഭവിച്ചറിയുന്ന ജ്ഞാനം. പരമകാരണം ബോധം, നിലനിൽപ്പിന്റെ പരമകാരണം. എങ്ങനെ പരമകാരണത്തെ കണ്ടുപിടിക്കാൻ പറ്റും? ഏതുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട്. അനേകം ആഭരണങ്ങളുടെ പരമകാരണം, ആയിരക്കണക്കിന് ആഭരണങ്ങൾ നിരന്നിരിക്കുന്നു. ഇവയുടെ പരമകാരണമെന്ത്? ഏതുണ്ടെങ്കിൽ ഈ ആഭരണങ്ങളുണ്ട്? സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളില്ല. പരമകാരണം കണ്ടെത്തിക്കഴിഞ്ഞു. അതുപോലെ ഏതുണ്ടെങ്കിൽ ജഗത്തുണ്ട്? ബോധമില്ലെങ്കിൽ ജഗത്തില്ല.
പരമകാരണം ബോധം. അതുകൊണ്ട് പരമകാരണം ബോധം. പരമകാരണത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ഈ ബോധത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ്, അനുഭവിച്ച് അറിയുക. എങ്ങനെ അനുഭവിക്കുക? നേരത്തെ പറഞ്ഞില്ലേ, ഈ അനുഭവിക്കുന്നതിനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. നമ്മുടെയൊക്കെ വിചാരം പ്രയാസം. ഇത് ഉറപ്പിക്കുക, എല്ലാം ബോധം. എന്തുകൊണ്ട്? ബോധമുണ്ടെങ്കിലേ ഉള്ളൂ. എന്തെളുപ്പം! ഇത് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇത് അറിയുന്നതിന് പ്രയാസമില്ല, അനുഭവിക്കുന്നതിനും പ്രയാസമില്ല. എല്ലാം ബോധമാണെന്ന് അനുഭവിച്ചാൽ ഭേദചിന്തയില്ല. പല പല ഭേദചിന്തകൾ, ശത്രുമിത്രാദി, ജാതിമതാദി, ദേശം, ഭാഷ, ഇങ്ങനെ നിരവധി ഭേദചിന്ത എല്ലാം തീർന്നു. എല്ലാം, ഒരു ഭേദവുമില്ല. എന്താ കാര്യം? ഒക്കെ ബോധം. അതുകൊണ്ട് ഭേദമില്ല. ഇങ്ങനെ അനേക ജഗത്തുമൂർക്കിലെല്ലാം പരവെളി പരമകാരണത്തെ അനുഭവിച്ചറിയുന്ന ജ്ഞാനം, അതാണ് വിജ്ഞാനം എന്ന് പറയും. ഗീതയിലും മറ്റും വിജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് തിയറി, സിദ്ധാന്തപരമായ അറിവ്. വിജ്ഞാനം എന്ന് പറയുന്നത് അനുഭവിച്ചറിവ്. പരവെളി തന്നിൽ അങ്ങനെ പരമകാരണത്തെ അനുഭവിച്ചറിയുന്നത് കൊണ്ട് ഉയർന്ന, എപ്പോഴും മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ഭാനുമാൻ, അഖണ്ഡബോധം. സൂര്യൻ, തെളിഞ്ഞു നിൽക്കുന്ന സൂര്യൻ. ഭാനുമാൻ എന്ന് വെച്ചാൽ സൂര്യൻ. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന സത്യം, അഖണ്ഡബോധം, ബ്രഹ്മം, ആത്മാവ്. ആത്മോപദേശ ശതകമല്ലേ? ഓരോ പദ്യത്തിലും ആ ആത്മാവിന് നമുക്ക് പ്രകാശിപ്പിച്ചു തരിക. ഇതാണ് ആത്മാവ്. കരണമൊടിന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തുമൂർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന പരമകാരണത്തെക്കുറിച്ചുള്ള ആ അനുഭവിച്ച അറിവിൽ വ്യക്തമായി പ്രകാശിക്കുന്ന ഉയർന്ന പരവെളി തന്നിലുയർന്ന ഭാനുമാൻ. എന്തുകൊണ്ടാണ് ഭാനുമാൻ എന്നൂടെ പറഞ്ഞത്? സകല ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനാണ് ആ സത്യം. ഭാനുമാന്തൻ തിരുവുരുവാണ്, ദിവ്യസ്വരൂപം. ആ അഖണ്ഡബോധത്തിന്റെ ദിവ്യസ്വരൂപമാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന സർവവും. തിരുവുരുവാണ്. ഇതെങ്ങനെ അറിയാം? തിരഞ്ഞു തേറിടേണം. അല്പം ഒന്ന് ചിന്തിക്കൂ, അല്പം ചിന്തിക്കൂ. തിരഞ്ഞ് തേറുക, ഉറപ്പിക്കുക. തിരഞ്ഞുറപ്പിക്കുക. കണ്ണുമടച്ചുകൊണ്ട് അങ്ങോട്ട് അംഗീകരിക്കണ്ട. നല്ലവണ്ണം ആലോചിച്ച് ഇതിനെന്തെങ്കിലും എതിർയുക്തി കണ്ടെത്താൻ പറ്റുമോ എന്നുകൂടി ചിന്തിക്കുക. ബോധമാണ് സത്യം. എന്തുകൊണ്ട്? ബോധമുണ്ടോ ജഗത്തുണ്ട്, ബോധമില്ലേ ജഗത്തില്ല. അതുകൊണ്ട് ജഗത്തായി കാണപ്പെടുന്നതൊക്കെ ബോധം. ഇതാണ് തിരയുക. ഒന്ന് മനനം ചെയ്യുക, ചിന്തിക്കുക, തേറുക, ഉറപ്പിക്കുക. സംശയം വരുമ്പോഴൊക്കെ ഈ ഫോർമുല, ഇതൊരു മാത്തമാറ്റിക്കൽ ഫോർമുല പോലാണ്. ഈ കസേര ബോധമാണോ? അതായത് അതെങ്ങനെ? ബോധമുണ്ടെങ്കിൽ കസേരയുണ്ട്. ആ മാത്തമാറ്റിക്കൽ ഫോർമുല പോലെ ഓർമ്മിക്കുക. ബോധമില്ലെങ്കിലോ കസേര ഇല്ല. അതുകൊണ്ട് കസേര ബോധം അല്ലെന്നാരെങ്കിലും പറയട്ടെ. ബോധമില്ലാതെ കസേര ഉണ്ടെന്നാരെങ്കിലും തെളിയിക്കട്ടെ. തെളിയിക്കാനും ഒന്നും സാധിക്കില്ലെങ്കിൽ അല്പം ആലോചിച്ചത് അപ്പടി അംഗീകരിച്ചുറപ്പിക്കുക. കസേര ബോധം, കസേര ബോധം എന്നുറപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താ, കസേരയോട് നമുക്ക് അതിരറ്റ ഒരു സംഘം വരില്ല. കസേര നാളെ അത് ഒടിഞ്ഞുപോയി, ദുഃഖമില്ല. എന്റെ കസേര, നിന്റെ കസേര, അങ്ങനെയൊന്നുമില്ല. ഞാനും ബോധം, കസേരയും ബോധം. ഇതൊരു കളി, ഇതൊരു വെറും നേരം പോക്ക്. അതല്പം ഒടിഞ്ഞാൽ നന്നാക്കാം, തീരെ ഒടിഞ്ഞാൽ എടുത്ത് ദൂരെ കളയാം. ദൂരെ കളഞ്ഞാലും അത് ബോധം, പരമാത്മാവ്. വീട്ടിലിരുന്നാലും പരമാത്മാവ്. ഇത് ഉറപ്പുണ്ടെങ്കിൽ ദുഃഖമില്ല. ദുഃഖം, രാഗദ്വേഷങ്ങളില്ല. എന്റേത് നിന്റേത് എന്ന രാഗവും ദ്വേഷവും ഇല്ല. രാഗവും ദ്വേഷവും പോയാൽ ശുദ്ധബോധം, ആനന്ദം. ശുദ്ധബോധം ആനന്ദമാണ്. ഈ ആനന്ദത്തെ കളഞ്ഞിട്ട് രാഗദ്വേഷ സങ്കുലമായി ജീവിച്ചാലോ കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കൂടുതൽ കൂടുതൽ ഭേദചിന്ത, കൂടുതൽ കൂടുതൽ ഇരുട്ട്, കൂടുതൽ കൂടുതൽ ദുഃഖം. അവസാനം ദുഃഖം മാത്രം. മരിക്കാറാകുമ്പോൾ
ദുഃഖം മാത്രം. ഇതാണോ വേണ്ടത്? തൽക്കാലം ഇതൊക്കെ കൊണ്ട് നടന്നോളുക ഒരു നാടകത്തിൽ എന്ന പോലെ. പക്ഷെ ഓരോ നിമിഷവും ഈ ഫോർമുല ഓർമ്മിക്കുക. സർവം ബ്രഹ്മമയം, ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നും ഇല്ല. അത് ഉറപ്പിക്കുകയാണ് ഗുരുദേവൻ. ഇവിടെയൊക്കെ എന്താ സംശയം? കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിൽ ഒന്ന് ചിന്തിക്കണം. ഓർക്കിൽ എല്ലാം പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ. ഒന്നാമത്തെ പദ്യത്തിൽ പറഞ്ഞ കരു അത് തന്നെയാണ് ഈ ഭാനുമാൻ. ഇവിടെയൊക്കെ ഭാനുമാൻ എന്നുള്ള ശബ്ദത്തിനെന്ത്, അതെന്ത്, ഇതെന്ത്, ഈ ശബ്ദത്തിന്റെ പല പല അർത്ഥങ്ങളെ കുറിച്ച് വാദപ്രതിവാദവും മറ്റും നടത്തിക്കൊണ്ടിരുന്നാൽ ഒന്നും പിടിയിട്ടില്ല. വാദപ്രതിവാദത്തിൽ ജീവിതം അവസാനിക്കും. അത്രയുണ്ട്. ഇതൊക്കെ അനുഭവിച്ചറിയാൻ ശ്രമിക്കുക വ്യക്തമായി. പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ്. അത്ര ദിവ്യമാണ് ആ ബോധം. അതൊന്ന് പിടികിട്ടിയാൽ പിന്നെ ജീവിതം ധന്യം. പിന്നെ ഒന്നും അറിയാനില്ല. അതാണ് ഈ തത്വം പിടികിട്ടിയാൽ പിന്നെ ഒന്നും അറിയാനില്ല. എന്താ സൂര്യൻ? ബോധം. അതിലൊരു രൂപം, ഒരു പേര്. ഇനി എന്തറിയാൻ? ചന്ദ്രനിൽ ചെന്നിറങ്ങി, ചൊവ്വയിലിറങ്ങി. ഇറങ്ങിയിട്ടോ? ഇറങ്ങി. അല്ല, അവിടെ എന്തോന്ന്? ഇവിടെയുള്ളത് എവിടെയും ഉള്ളൂ, അവിടെയുള്ളത് ഇവിടെയും ഉള്ളൂ. നേരെ മറിച്ച് ഈ അറിവും കൊണ്ടാണ് ചൊവ്വയിലിറങ്ങുന്നതെങ്കിൽ അതിയായ ആനന്ദം തോന്നും. ആ ബോധത്തിന്റെ ഒരത്ഭുതകരമായ മായയിൽ വീണ്ടും ചെന്ന് എത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് ആനന്ദിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ചൊവ്വായിലല്ല, 1000 ചൊവ്വായിൽ ഇറങ്ങിയാലും ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല കാര്യമായി. വെച്ചാൽ ഇവിടെ ഇല്ലാത്തതൊന്നും അവിടെ ഇല്ല എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അവിടെയുള്ളതൊക്കെ ഇവിടെയുമുണ്ട്. അല്പം അതിന്റെ അളവിലും മറ്റും കൂടുതലോ കുറവോ ഒക്കെ കണ്ടേക്കാം, അത്രയേ ഉള്ളൂ. ഇവിടെ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അവിടെ വെള്ളം അത്രയില്ല. ഇത്രയൊക്കെ ഉള്ളു വ്യത്യാസം. അപ്പോ രണ്ടാമത്തെ പദ്യവും മനസ്സിലായല്ലോ. എന്താ മനസ്സിലാക്കാൻ? എല്ലാം ബോധമായ പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാന്തൻ തിരുവിലുവാണ് തിരഞ്ഞു തേറിയിടണം. ഈ അദ്വൈത സത്യം വിചാരം ചെയ്തുറപ്പിക്കൂ മനുഷ്യ. ഇതാണ് ഗുരുദേവൻ ആത്മോപദേശത്തിലെ ഓരോ പദ്യത്തിലും വിവരിക്കുന്നത്. മൂന്നാമത്തെ പദ്യം, വെളിയിലിരുന്ന് വിവർത്തമിങ്ങു കാണും വെളിമുതലായ വിഭൂതി അഞ്ചുമൂർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരേണം. വെളിയിലിരുന്ന വെളിബോധം, വെളിയിലിരുന്ന് ബോധത്തിൽ ഇരുന്ന് വിവർത്തം, ബോധത്തിന് ഒരു ചലനവും വരുത്താതെ ഉണ്ടെന്ന് തോന്നുന്ന പഞ്ചഭൂതം. ബ്രഹ്മത്തിൽ ആകാശം ഉണ്ടെന്ന് തോന്നി, അതാണ് ആദ്യം. ബോധത്തിലാണ് ആകാശമുണ്ടെന്ന് തോന്നുന്നത്. ആകാശമുണ്ടെന്ന് അനുഭവിക്കാൻ ബോധമില്ലെങ്കിൽ ആകാശമില്ല, തീർന്നു. പക്ഷെ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നതല്ലേ? അതിൽ ആകാശത്തിന്റെ തോന്നൽ എങ്ങനെ ഉണ്ടായി? വിവർത്തം. ഇതാണ് ഭ്രമം. കാരണത്തിന് ഒരു ചലനവും കൂടാതെ കാര്യമുണ്ടെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ കാര്യമില്ല. മരുഭൂമിയിൽ വെള്ളം, കാനൽ ജലം തോന്നുന്നു. മരുഭൂമിക്കൊരു ചലനം പോലുമില്ല, വെള്ളമുണ്ടെന്ന് തോന്നുന്നു. മായാമയമായ ഈ മനുഷ്യ മനസ്സിനാണ് ഈ ജഗത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. അല്ലാതെ ബോധത്തിന് ഒരു ജഗത്തുമില്ല. മരുഭൂമിയിൽ വെള്ളമില്ല, കാണുന്നവന് വെള്ളമുണ്ടെന്ന് തോന്നുന്നു. അതാണ് വിവർത്തം. കയറിൽ പാമ്പുണ്ടെന്ന് തോന്നുന്നു. കയറിനൊരു ചലനവും കൂടാതെ ഒരാൾക്ക് ഭ്രമം വരുന്നു. അതാണ് വിവർത്തം. കാരണത്തിന് യാതൊരു ചലനവും കൂടാതെ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നതാണ് വിവർത്തം. മറ്റൊക്കെ പരിണാമം. മണ്ണ് പാത്രങ്ങളാകുന്നത് പരിണാമം, സ്വർണം ആഭരണങ്ങളാകുന്നത് പരിണാമം. മരുഭൂമിയിൽ വെള്ളം തോന്നുന്നത് വിവർത്തം, കയറിൽ പാമ്പ് തോന്നുന്നത് വിവർത്തം. നമുക്കൊക്കെ ഇത് മനസ്സിലാവും. ലളിതമായി അല്പം ഒന്ന് ചിന്തിച്ചാൽ ഇത് മനസ്സിലാകാനെന്തിരിക്കുന്നു. അതുപോലെ അഖണ്ഡബോധത്തിൽ പ്രപഞ്ചമുണ്ടെന്ന് തോന്നുന്നത് വിവർത്തം, ഭ്രമം. വിവർത്തം എന്ന് വെച്ചാൽ ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു. ഇല്ലാത്ത പാമ്പ് കയറിൽ ഉണ്ടെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ.
അപ്പോൾ അത് വ്യക്തമാക്കാനും കൂടിയാണ് മൂന്നാമത്തെ ശ്ലോകം. വെളി, ബോധം, ജ്ഞാനം, പ്രകാശം എന്നൊക്കെ അർത്ഥമുണ്ട്. വെളി, ആകാശം എന്നും അർത്ഥമുണ്ട്. വെളിയിലിരുന്ന് വിവർത്തമിങ്ങു കാണും വെളി മുതലായ വിഭൂതി. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ പഞ്ചഭൂതം. വെളി മുതലായ വിഭൂതി, വിശേഷേണ ഉണ്ടെന്നു തോന്നുന്ന വസ്തു എന്നാണ് വിഭൂതി. വിവർത്തമിങ്ങു കാണും വെളി മുതലായ വിഭൂതി അഞ്ചും ഈ പഞ്ചഭൂതം. ആലോചിച്ചാൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലിയതുപോലെ അഭേദമായി വരേണം. സമുദ്രത്തിൽ കുമിള, തിര ഒക്കെ ഉയരുന്നു. സമുദ്രത്തിൽ നിന്നും എന്തെങ്കിലും ഭേദം അവയ്ക്കുണ്ടോ? സമുദ്രത്തിൽ പൊന്തുന്ന ഓരോ കുമിളയും സമുദ്രജലം തന്നെ. എന്തുകൊണ്ട്? ജലം ഉണ്ടോ കുമിള ഉണ്ട്, ജലമില്ലേ കുമിളയില്ല. തിരയായാലും അത് തന്നെ. തരംഗാവലി, തിരക്കൂട്ടം, ജലനിധി സമുദ്രം. ജലനിധി തന്നെ ഉയർന്നിടും തരംഗാവലി അതുപോലെ, തരംഗാവലി എന്ന പോലെ അഭേദമായി വരേണം. ഒരു ഭേദവുമില്ല. അഭേദം കാണിക്കാൻ മാത്രമാണ് ഈ ദൃഷ്ടാന്തം. അല്ലാതെ യഥാർത്ഥത്തിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്നതിന് ദൃഷ്ടാന്തം മരുഭൂമിയിലെ കാനൽ ജലം. വിവർത്തത്തിന് ദൃഷ്ടാന്തം മരുഭൂമിയിലെ കാനൽ ജലം, അല്ലെങ്കിൽ കയറിലെ സർപ്പം, ആകാശത്തിലെ മേൽക്കട്ടി, മരക്കുറ്റിയിലെ ഭൂതത്താൻ, ഇതൊക്കെയാണ്. സന്ധ്യയ്ക്ക് നടന്നു പോകുമ്പോൾ മരക്കുറ്റിയിലൊരു ഭൂതത്താനുണ്ടെന്ന് തോന്നുന്നു. വാസ്തവത്തിലുള്ളത് മരക്കുറ്റിയാണ്. ആ ഭൂതത്താൻ വിവർത്തം, ഭ്രമം. അതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൽ ഈ പഞ്ചഭൂതങ്ങൾ ഉൾപ്പെട്ട ജഗത്ത് വിവർത്തം ഇല്ലാതെ ഉണ്ടെന്ന് തോന്നുന്നു. വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ ജലനിധി തന്നിൽ വെറും ബോധത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന പഞ്ചഭൂതം ബോധം തന്നെ. ബോധത്തിലുണ്ടെന്ന് തോന്നിയ ആകാശം ബോധം തന്നെ. വീണ്ടും ആകാശത്തിലുണ്ടെന്ന് തോന്നുന്ന വായു ബോധം തന്നെ. വായുവിൽ ഉണ്ടെന്ന് തോന്നുന്ന അഗ്നി ബോധം തന്നെ. അത് ഓരോന്നും ബോധമാണ്. അപ്പോൾ വീണ്ടും അതിൽ ഉണ്ടാകുന്നത് വീണ്ടും ബോധം. ഒരിക്കലും ഭിന്നമായ വസ്തുവില്ല. തരംഗാവലി അതുപോലെ അഭേദമായി വരേണം. എന്തിനൊക്കെ പറയുന്നു? അജ്ഞതയിൽ പലതുണ്ടെന്ന് ചിന്തിച്ച് രാഗദ്വേഷമയനായി അലയോ മനുഷ്യ ദുഃഖിക്കാതിരിക്കൂ. ദുഃഖം മുഴുവൻ അജ്ഞത. ഈ സത്യം വ്യക്തമായി ധരിച്ചാൽ ആ സത്യം ജനിക്കുന്നില്ല, ജീർണിക്കുന്നില്ല, മരിക്കുന്നില്ല. പിന്നെ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്? സ്വയം സങ്കൽപ്പിച്ച് ഭ്രമിക്കുന്ന ഭ്രമത്തെക്കുറിച്ചാണ് ദുഃഖം. കയറിൽ പാമ്പുണ്ടെന്ന് തോന്നുന്നു, പാമ്പില്ല. പക്ഷെ പാമ്പുണ്ടെന്ന് തോന്നി, അത് പത്തിയെടുക്കുന്നതായിട്ട് തോന്നി, അത് എന്ത് പാമ്പാണെന്ന് പിന്നെ വിശകലനമായി. അതിനിടയ്ക്ക് ഹൃദയം പിടിക്കാൻ തുടങ്ങി. ആകെ ചിലപ്പോൾ മോഹാലസ്യം, മരണം വരെ ഉണ്ടാകാം. ഇല്ലാത്ത പാമ്പ്. നേരെ മറിച്ചത് ഇല്ലാത്തതാണെന്ന് അറിയൂ. അതുപോലെ ഈ ജഗത്തും വെറും സ്വപ്നമാണെന്നറിഞ്ഞ ഒരു നടനെ പോലെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യൂ. ഓടിക്കളയണ്ട. വെറും ഒരു നാടകം. നാടകത്തിൽ മരണം അഭിനയിച്ചാലും സുഖമല്ലേ? കാരണം ഇല്ലാത്ത മരണത്തെയല്ലേ അഭിനയിക്കുന്നത്. വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും വെളി മുതലായ വിഭൂതി അഞ്ചുമോർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി, തിരക്കൂട്ടം അതുപോലെ അഭേദമായി വരേണം. ആദ്യത്തെ 3-4 പദ്യങ്ങളിലും ഈ ഒരേ ഒരു സത്യം. ഒന്നാം പദ്യത്തിൽ പറഞ്ഞ കരു അത് തന്നെയാണ് രണ്ടാം പദ്യത്തിൽ പറഞ്ഞ പരവളി തന്നിലുയർന്ന ഭാനുമാൻ. ആ പരമ കാരണജ്ഞാനത്തിൽ വ്യക്തമായി തെളിയുന്ന അഖണ്ഡ ബോധം. അതുതന്നെയാണ് മൂന്നാമത്തെ പദ്യത്തിൽ വെളി. വെളിയിലിരുന്ന് വിവർത്തം. ഈ കരുവിൽ ഇരുന്ന് വിവർത്തം ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു ജഗത്ത്. വിവർത്തമിങ്ങു കാണും
വെളി മുതലായ വിഭൂതി ആകാശം. ഈ സത്യം മനസ്സിലാക്കാതെ 1000 ജന്മം തപസ് ചെയ്താലും ആകാശം എവിടുന്നുണ്ടായി? ചില വലിയ ശാസ്ത്രജ്ഞന്മാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരോട് ആകാശം എന്താണ്, എവിടുന്നുണ്ടായി? അപ്പോഴാണ് അവർ ആ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. ബോധത്തിനുണ്ടെന്ന് തോന്നിയാൽ ആകാശമുണ്ട്, അല്ലെങ്കിൽ ആകാശമില്ല. ബോധം ഉണ്ടെന്ന് അനുഭവിക്കാൻ വിസമ്മതിച്ചാൽ ആകാശമില്ല, പിന്നെ ബോധം മാത്രമേ ഉള്ളൂ, ശുദ്ധബോധം. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ. എന്തിനിതൊക്കെ പറയുന്നു? ദുഃഖം ഒഴിവാക്കാൻ. ജീവിതത്തിൽ എല്ലാവർക്കും അതാണ് ആവശ്യം. ഈ തത്വഗ്രഹണമില്ലെങ്കിൽ ഒരു സിദ്ധന്റെ അടുത്ത് പോയാലും ദുഃഖം ഒഴിവായി കിട്ടില്ല. ദുഃഖത്തെ ഒഴിച്ചു മാറ്റാൻ ഒരു സിദ്ധന്റെ അനുഗ്രഹത്തിനും സാധ്യമല്ല, ആർക്കും ഒരു ഈശ്വരനും സാധ്യമല്ല. ഈശ്വരനെ അറിയൂ, ദുഃഖം പോവും. ശാസ്ത്രീയമായി അറിയൂ, ഒന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്ത് ദുഃഖിക്കാൻ, എന്ത് പരിഭ്രമിക്കാൻ? പിന്നെ സുഖം മാത്രം. ഒന്നേ ഉള്ളൂ എന്നറിഞ്ഞാൽ പിന്നെ സുഖം മാത്രം. അത് നമ്മെ ഓർമ്മിപ്പിക്കാനും ഉറപ്പിക്കാനുമാണ് ഗുരുദേവൻ ആത്മോപദേശതകത്തിന്റെ ആദ്യത്തെ പദ്യങ്ങളിൽ തന്നെ ആവർത്തിച്ചാവർത്തിച്ച് ഈ കാണുന്നതൊക്കെ ഒന്ന് 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 എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. വെളിയിലിരുന്ന് വിവർത്തം ഇങ്ങു കാണും, വെളിമുതലായ വിഭൂതി 5 ഓർത്താൽ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ല, കണ്ണുമടച്ച് പറയുന്നതൊന്നും വിശ്വസിക്കണ്ട. ഒന്ന് ചിന്തിക്കൂ. എന്ത് ചിന്തിക്കാൻ? ബോധമുണ്ടോ? ഇതൊക്കെ ഉണ്ട്. ബോധമാണ് ഈശ്വരൻ, ബ്രഹ്മം, ശാസ്ത്രീയമായ ഈശ്വരതത്വം, ബോധം. വിഭൂതി 5 ഓർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി. അതുപോലെ സമുദ്രവും തിരമാലകളും ഒരു ഭേദവുമില്ല. ഭേദമില്ലെന്ന് കാണിക്കാനാണ് സമുദ്രവും തിരമാലകളും എന്ന ദൃഷ്ടാന്തം. അല്ലാതെ സമുദ്രത്തിൽ തിരമാലകൾ ഉണ്ടാകും പോലെയാണ് ബോധത്തിൽ ആകാശം, വായു ഇതൊക്കെ ഉണ്ടായത് എന്ന് ധരിക്കാൻ പാടില്ല. എന്താ കാര്യം? സമുദ്രം ഇളകി മറിഞ്ഞിട്ടാണ് തിരമാലകൾ ഉണ്ടാകുന്നത്. ഇവിടെ അനങ്ങാൻ നിവൃത്തിയില്ല. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന വസ്തു എങ്ങോട്ടാണ് അനങ്ങുക? അതുകൊണ്ട് അഭേദം കാണിക്കാനാണ് ദൃഷ്ടാന്തം. ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി. അതുപോലെ അഭേദമായി വരേണം. അതുപോലെ ഈ കാണുന്നതൊക്കെ അഭേദമായി വരേണം. ഒരേ പരമാത്മാവ്. വാസിഷ്ഠം പറയും, ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ബ്രഹ്മഭൂതപരമ്പര ബ്രഹ്മാഹം ബ്രഹ്മമത് ശത്രു ബ്രഹ്മമന്മിത്രബാന്ധവാഹ. ബ്രഹ്മചിത്. എന്താ ബ്രഹ്മം? നമ്മളൊക്കെ ബ്രഹ്മമെന്ന പദം കേട്ടിട്ടുണ്ട്. ബ്രഹ്മം ബോധം. ചിത്, ചിത്തെന്ന് വെച്ചാൽ ബോധം. ബ്രഹ്മചിത്. ബ്രഹ്മഭുവനം. ഈ കാണുന്ന ഭുവനം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ഭുവനം ബ്രഹ്മ, മറ്റൊന്നുമില്ല. ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ബ്രഹ്മഭൂതപരമ്പര. പഞ്ചഭൂതാദി ആ പരമ്പര ഒക്കെ ബ്രഹ്മം. ബ്രഹ്മാഹം, ഞാൻ ബ്രഹ്മം. ബ്രഹ്മമത് ശത്രു, എന്റെ ശത്രു ബ്രഹ്മം. നല്ലതെന്നോ ചീത്തയെന്നോ ഒന്നുമില്ല, ഒക്കെ ബ്രഹ്മം. ബ്രഹ്മമന്മിത്രബാന്ധവാഹ, എന്റെ മിത്രങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഒക്കെ ബ്രഹ്മം. ഒന്ന് ഓർമ്മിക്കൂ, ബോധമില്ലെങ്കിൽ സുഹൃത്തുണ്ടോ? ബോധമില്ലെങ്കിൽ ശത്രുവുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ടൊക്കെ ബ്രഹ്മം. ബ്രഹ്മമന്മിത്രബാന്ധവാഹ, മിത്രങ്ങൾ, ബന്ധുക്കൾ, സർവം ബ്രഹ്മമയം. സദാശിവബ്രഹ്മേന്ദ്രരുടെ ആ മനോഹരമായ ഗാനമുണ്ടല്ലോ, ഓർമ്മിക്കാൻ. വേറെ സർവം ബ്രഹ്മമയം. ഇത്രയും ഓർമ്മിക്കുക, സർവം ബ്രഹ്മമയം. അല്ലെങ്കിൽ ഈശാവാസ്യമിതം സർവം. ഈ കാണുന്നതൊക്കെ ഈശ്വരനാൽ അകവും പുറവും നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിന്റെ ആരംഭത്തിൽ തന്നെ ആവർത്തിച്ച് അനുഭവം നിറഞ്ഞു തിങ്ങുന്ന പദ്യങ്ങളിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേ കാര്യം, ഈ കാണുന്നതൊക്കെ ഈശ്വരൻ.
മറ്റാർക്കും ഇഷ്ടമില്ലെങ്കിൽ ആരോടും പറയണ്ട. ഉള്ളിൽ അഭ്യസിക്കൂ, കാണുന്നതൊക്കെ ഈശ്വരൻ. അതിവേഗം നമ്മുടെ ജീവിതം അത്യന്തം ധന്യമായിത്തീരും. ജീവിതത്തിലുടനീളം ശാന്തി കളിയാടും. പുറത്ത് എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമ്മുടെ ജീവിതത്തിൽ അനന്തമായ ശാന്തി, അനന്തമായ ആനന്ദം, സന്തോഷം. അതിനാണ് ഇതൊക്കെ പറയുന്നത്. അല്ലാതെ ഈ വേദാന്തം എല്ലാവരും അന്വേഷിക്കുന്നത് സുഖത്തെയാണ്. വേദാന്തത്തെ പുച്ഛിച്ച് തള്ളിയാൽ, വെച്ചാൽ ശാസ്ത്രീയമായ സത്യത്തെ പുച്ഛിച്ച് തള്ളിയാൽ ഒരിടത്ത് പോയാലും ഒരാനന്ദവും കിട്ടില്ല. ഇന്നത്തെ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം തന്നെ നോക്കുക. ദുഃഖം ദുഃഖം. എവിടെയും ഏത് പ്രസിഡന്റിനും ഭയവും ദുഃഖവും മാത്രമാണ് ഇന്ന് അനുഭവം. അല്ല, കാര്യമായ സുഖമൊന്നും ആരും അനുഭവിക്കുന്നില്ല. അതനുഭവിക്കാനുള്ള വഴിയാണ് ആരംഭം മുതൽ ആത്മോപദേശ ശതകം നമുക്ക് തെളിച്ചു തരുന്നത്. നമുക്ക് ഈ തത്വം ഗ്രഹിച്ച് കുറേയെങ്കിലും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കാം. ധന്യമാവുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഗുരുദേവന്റെ ഈ കൃതിയൊക്കെ മനസ്സിരുത്തി ഉറപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എന്റെ ജീവിതത്തിന് അതിരറ്റ ധന്യത. ഒരു പരിതസ്ഥിതിയും ഇനി ആ ധന്യതയെ അങ്ങനെ അല്ലാതാക്കാൻ കരുത്തുള്ളതല്ല. അത്ര ഉറപ്പ് ഈ സത്യത്തിൽ നമുക്ക് വരുത്താൻ കഴിയും. ആ പാത പതറാതെ പിന്തുടരാൻ ഗുരുദേവൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.